ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. പിന്നെ നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ പശ എടുത്തുള്ളത് ഫെവിക്കോളാണ്. ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പേപ്പർ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ കുപ്പിയുടെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. അത് നമുക്ക് എങ്ങനെയുള്ള ഒട്ടിക്കട്ടോ, നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞാൽ പേപ്പർ ആ പശയെ മുക്കിയിട്ടോ എങ്ങനെ വെച്ചാൽ നമുക്ക് ഒട്ടിക്കാം. പിന്നെ സാധാരണ നമ്മളിപ്പോൾ ആൻറ്റിക്കായിട്ടുള്ള ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ഈ ടിഷ്യൂ പേപ്പറാണ് അങ്ങനെ ഒട്ടിക്കാറ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പേപ്പർ ഒട്ടിക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഡിസൈൻ വർക്ക് ചെയ്യുന്നതും പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പേപ്പർ ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒട്ടിയിരുന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മുടെ ഈ പേപ്പർ പീസുകൾ പശയിൽ മുക്കിയിട്ട് ഒട്ടിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ച് എടുക്കാൻ പറ്റും, അധികം ടൈം വേണ്ട. ആ ബ്രഷ് വെച്ചിട്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റാണ്, ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത വർക്കുകൾ ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം. നമ്മൾ ചുരുട്ടിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ജസ്റ്റ് ചുരുട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് കുറച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുപ്പിയുടെ മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. വേറെ വലിയ ഡിസൈനൊന്നുമില്ല, ജസ്റ്റ് ഒരു 3-4 ലൈൻസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് മാർക്കർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഒട്ടിക്കാനും ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ പശയുള്ള കാരണമാണ് ഞാനിത് ഒട്ടിക്കുന്നത്, ഇങ്ങനെ ഇത് യൂസ് ചെയ്ത് ഒട്ടിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ പശ ഉണ്ടെങ്കിൽ വേറെ വെച്ച് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഈ വരച്ച ലൈനിലൊക്കെ നമ്മൾ ഫെവിക്കോളൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ലൈനിൽ നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരച്ചോടത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ അവിടെയും കൂടി ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പീസ് എടുത്തിട്ടുള്ളത്, ഇത് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടിച്ചതൊന്ന് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിച്ച സ്റ്റിക്കിൻ്റെ നമ്മുടെ ആദ്യത്തെ കുപ്പിയും തമ്മിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത പശ തന്നെ എടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ടിഷ്യൂ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ചിടുന്ന ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായി പെയിൻറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ പെയിൻറ്റ് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ടൊരു ബ്ലാക്ക് കോട്ട് കൊടുക്കാം. ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഫുള്ള് ബ്ലാക്ക് അടിച്ച് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ അടുത്ത ഡിസൈൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത ഫാബ്രിക് പെയിൻ്റ് എടുത്ത മെറ്റാലിക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കളർ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മളിപ്പോൾ സ്റ്റിക്ക് ഒട്ടിച്ച അവിടെയൊക്കെ അവൻ്റെ വിരൽ യൂസ് ചെയ്തിട്ട് തന്നെ പെയിൻ്റ് ഒന്ന് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് അവിടെ ഒന്ന് തിക്കായിട്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വിരലുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്കിയതാണ്.
ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും നമ്മൾ സ്റ്റിക്ക് ഒട്ടിച്ച എല്ലായിടത്തും നമ്മൾ പെയിൻറ്റ് ഇങ്ങനെ വിരലുകൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ബാക്കി ഭാഗത്തൊക്കെ ഞാനിത് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ആ ബ്രഷിനകത്ത് ആ പെയിൻറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് കട്ടിയിൽ വരും. അപ്പോൾ കട്ടിയിൽ നമുക്ക് വരേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബ്രഷിൽ നന്നായിട്ട് ആ പെയിൻ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ആൻറ്റിക് ടച്ച് കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അപ്പോൾ ഇതെടുത്തത്. അപ്പോൾ നമുക്ക് ഏത് കളർ വെച്ചിട്ടാണ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റിക് ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. കാരണം അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വലിയ നമുക്ക് ന്യൂസ് പേപ്പർ ഇതൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാം. ജസ്റ്റ് ചെയ്യുന്ന 2 കളർ പെയിൻറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓവറായിട്ട് ടച്ച് ചെയ്യുന്നില്ല, കാരണം അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കട്ടിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബ്ലാക്കിൻ്റെ ഒരു ഇത് പോകും. അപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും ഒന്ന് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.